ഹായ് ഹലോ നമസ്തേ വണക്കം ബാല വെൽക്കം ടു മൈ ചാനൽ റാക്കേഴ്സ് യൂണിവേഴ്സ്. സോ ഞാൻ മഞ്ജുമൽ ബോയ്സ് മൂവി കണ്ടിട്ട് വന്നു, അതുകൊണ്ട് കുറച്ച് കരച്ചിലാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ബിഫോർ ദാറ്റ് ചാനൽ പുതിയതാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് സ്റ്റാർട്ടിങ്ങിലെ ഗുണൻ്റെ സോങ് പ്ലേ ആവും. അതെന്തുകൊണ്ടാണ് അത് ലാസ്റ്റിൽ നമുക്ക് മനസ്സിലാവും. സോ വിത്തൗട്ട് എനി ഫർദർ ഡിലേ നമുക്ക് തുടങ്ങാം. സോ സ്റ്റാർട്ടിങ്ങിലെ പളനിയിലെ ഒരാൾ ഭക്ഷണം കഴിച്ചിട്ട് ബില്ല് പേ ചെയ്യുമ്പോൾ ഒരു കടലാസിലെ ഒരു വാർത്ത ഒരു ഫോട്ടോ നോക്കിയിട്ട് അവർക്ക് അറിയില്ല. സോ അതുകൊണ്ട് അവന് വേറെ ആൾ ചോദിക്കും, ചേട്ടാ ഇത് എന്താണ്? അപ്പോൾ അവരിങ്ങനെ തന്നെ പറയും. അപ്പോൾ ഇവർ കുറച്ച് വിഷമത്തിൽ വന്നിട്ട് സോ കട്ട് ചെയ്തിട്ട് മീൻ വൈൽ നമ്മളുടെ മഞ്ജുമൽ ബോയ്സ് ഒരു മാരേജ് ഫംഗ്ഷൻ അറ്റൻഡ് ആവും. അവിടെ ഒക്കെ അടിച്ചു പൊളിച്ച് തകർക്കും അവിടെ. സോ തകർത്തിട്ട് മീൻ വൈൽ വേറെ ടീംസ് ഇവനെ കളിയാക്കും. നിങ്ങൾ വടംവല്ലിയിലെ ഇങ്ങനെ തോറ്റും, ഇങ്ങനെയാണ്, നീ അങ്ങനെയാണ്. സോ അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു അടി ഉണ്ടാവും. അടി സംഭവിച്ചിട്ട് മീൻ വൈൽ ഇവർക്കൊരു ഫോട്ടോ കിട്ടും. ആ ഫോട്ടോ ആൽബമിലെ വേറെ ടീംസ് ആൾക്കാർ മൂന്നാർ ട്രിപ്പ് പോയിട്ട് അതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ ഇവർ നോക്കിയിട്ട് ഇവർക്ക് കുറച്ച് ജലസ് ഫീൽ ആയിട്ട് പിന്നെ ഇവരും പ്ലാൻ ചെയ്യും, നമുക്ക് കൊടൈക്കനാൽ പോവാം. സോ കൊടൈക്കനാൽ പോകാൻ ആഗ്രഹിച്ചിട്ട് അവിടെ പോവും. സോ അവിടെ പോയിട്ട് അവിടെ എന്ത് സംഭവിച്ചു ആണ് മൂവി പ്ലോട്ട്. സോ കമ്മിങ് ടു ആക്ടിങ്, ഇതിൽ ആരും ആക്ടേ ചെയ്തിട്ടില്ല മൂവിയിൽ. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു വെച്ചാൽ എല്ലാവരും കഥാപാത്രത്തിൽ ജീവിച്ചു. ബീറ്റ് ശ്രീനാഥ് ബാസി, ശോഭിത് ഷാഹിൻ ഓർ ശ്രീനാഥ് ബാസിൻ്റെ അമ്മ റിനി ചേച്ചി, അടിപൊളിയായിരുന്നു ചേച്ചി പെർഫോമൻസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ പെർഫോമൻസ്. ആൻഡ് കമ്മിങ് ടു ഡയറക്ഷൻ ബൈ ചിദംബരം, ബീറ്റ് എക്സിക്യൂഷൻ, സ്ക്രീൻ പ്ലേ, ഡയറക്ഷൻ എല്ലാം ഫ്രം സ്റ്റാർട്ട് ടു എൻഡ് അവരെന്തുകൊണ്ട് വടംവലി ചെയ്യുന്നു എല്ലാം നമുക്ക് ലാസ്റ്റിൽ നമുക്ക് അത് അറിയും. സോ എനിക്ക് ഭയങ്കരമായിട്ട് ഗൂസ് ബംസ് തോന്നിയത് എപ്പോൾ വെച്ചാൽ ശോഭൻ ചായർ ചേട്ടൻ അങ്ങനെ മേലെ കുഴിക്കൊണ്ട് മേലെ ആൾക്കാരെ കൊണ്ടുവരും. സോ അവിടെ ഒരു സോങ് വെച്ചിട്ട് അങ്ങനെ വരുമ്പോൾ ഒരു ഗൂസ് ബംസ് ഫീൽ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആയിട്ടുണ്ട് ഞാൻ. ആൻഡ് അത് കണ്ടിട്ട് എനിക്ക് മൈൻഡിൽ ഒരേ ഒരു ഡെസിഷൻ വന്നു, സഹോദരന്മാരുണ്ടായെങ്കിൽ ഇങ്ങനെ പോലത്തെ സഹോദരന്മാരുണ്ടാവണം നമ്മളുടെ ലൈഫിൽ. ആൻഡ് ഞാൻ ഭയങ്കരമായിട്ട് കരച്ചു, ഒരുപാട് കരഞ്ഞു മൂവി കണ്ടിട്ട്. ഞാൻ ഒരുപാട് കണ്ടു മൂവി കണ്ടിട്ട്, സെക്കൻഡ് ഹാഫ് മെയിൻലി. സോ അൾട്ടിമേറ്റ് വേറെ ലെവൽ മൂവി. ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ റിയൽ സ്റ്റോറി ആസ് വെൽ. സോ ഇത് സിജു ഡേവിഡിൻ്റെ റിയൽ ലൈഫ് സ്റ്റോറിയാണ്. സോ ലാസ്റ്റിൽ നമ്മൾക്ക് സിജു ഡേവിഡ് ആരാണ്, അവരുടെ ഫോട്ടോസ് ആൻഡ് റിയൽ ലൈഫ് ഫോട്ടോസ് എല്ലാം കാണിക്കും. ആൻഡ് അവർക്ക് ജീവൻ രക്ഷക് പതക് അവാർഡ് കിട്ടിയിട്ടുണ്ട് 2008. സോ അതാണ് മൂവി. സോ നിങ്ങൾ കാണുക. ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ ദയവായി തിയേറ്ററിൽ പോയി കാണുക. മൂവീസ് അൾട്ടിമേറ്റ്. ആൻഡ് ഞാൻ കൊടുത്തു പോകുന്ന റേറ്റിംഗ് മൂവിക്ക് 5 out of 5. ആൻഡ് ഓൾവേസ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാവണം എനിക്ക് തോന്നുന്നത് മൂവി കാണുമ്പോൾ. ആൻഡ് ഒരുപാട് കരഞ്ഞു ഞാൻ മൂവി കാണുമ്പോൾ. സോ ഐ തിങ്ക് യു വിൽ ഓൾസോ ഗെറ്റ് ദറ്റ് ഇമോഷൻസ് വെൻ യു സീ ദ മൂവി. ആൻഡ് ഇതൊരു സർവൈവൽ ത്രില്ലർ മൂവിയാണ്. സോ ദയവായി മറക്കാതെ തിയേറ്ററിൽ പോയി കാണുക. നമുക്ക് അടുത്ത വീഡിയോയിലെ കാണാം. താങ്ക് യു. Hey,